ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ പാർട്ടി എന്ന നിലയ്ക്കും ഇടതുപക്ഷം മുന്നണി എന്ന നിലയ്ക്കും നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അവിടെ അപ്പുറത്ത് ചേരുമ്പോൾ LDF ചേർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു തവണയാണ് യോഗം ചേർന്നത്. അത് തന്നെ പരാജയം കൂടുതൽ വിലയിരുത്താൻ ഓരോ പാർട്ടികളും അവരവരുടെ നിലയ്ക്ക് വിലയിരുത്തിയ ശേഷം നമുക്ക് വീണ്ടും ചേരാമെന്ന് പറഞ്ഞ കഴിഞ്ഞ മാസം 15-നാണ്. ഇപ്പോൾ 1.5 മാസം പിന്നിടുകയാണ്. യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതൃപദവിയുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിലേക്ക് ബിനോയ് വിശ്വം വന്നതും നമ്മൾ കണ്ടു. അതിനു മുമ്പ് പിണറായി വിജയൻ അക്കാര്യത്തിൽ പറഞ്ഞ പ്രതികരണം കണ്ടു. അപ്പോൾ ആകെക്കൂടി പ്രതിപക്ഷം ദുർബലമാകുന്ന ഒരു അവസ്ഥയാണോ നമ്മുടെ മുന്നിലുള്ളത്? തീർച്ചയായും സ്മൃതി, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ കേവലം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ചയുടെ ഭാഗമായി കാണേണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരൊറ്റ കാര്യം ഒരു ഉദാഹരണമായിട്ട് എടുത്തു നോക്കിയാൽ, ഈ കണ്ണൂരിലെ രക്തസാക്ഷി ധനരാജിന്റെ ഫണ്ട് വെട്ടിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വലിയ ചർച്ചയൊക്കെ വന്നത്. ആ ധനരാജിന്റെ രക്തസാക്ഷി ദിനവുമായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, അതുപോലെ തന്നെ TI മധുസൂദനൻ, രണ്ടുപേര് 2 പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടു, ഫേസ്ബുക്കിലിട്ടു. നിങ്ങൾ ആ പോസ്റ്റിന്റെ അടിയിലൊന്ന് പോയി നോക്കൂ. ആ പോസ്റ്റിന്റെ അടിയിൽ ആളുകൾ, കണ്ണൂർ ജില്ലയിലെ പാർട്ടി സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടാൽ നമ്മളൊരു പക്ഷെ അത്ഭുതപ്പെട്ടു പോകും. അത്രയും രൂക്ഷമായിട്ടാണ് ഇന്നലെയും ഒക്കെ ആയിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ KK രാഗേഷിനെതിരായിട്ട്, അതുപോലെ തന്നെ ഇയാൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ TI മധുസൂദനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? താഴെ കണ്ണൂർ പോലൊരു സംസ്ഥാനത്തിൽ പാർട്ടിയുടെ, ഈ കേരളത്തിലെ പാർട്ടിയുടെ മസ്തകമാണ് കണ്ണൂർ എന്നാണല്ലോ CPM കാലാകാലമായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ജില്ലയിൽ ഒരു കഴിഞ്ഞ ഏതാനും വർഷം മുമ്പത്തെ ഒരു അനുഭവം എടുത്താൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടോ പാർട്ടിയുടെ ഒരു MLA-ക്കെതിരായിട്ടോ സംസാരിക്കാൻ പാർട്ടി അനുഭാവികൾക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാർക്ക് ധൈര്യം ഉണ്ടാവുമോ? ഇപ്പൊ ധൈര്യം വന്നിരിക്കുന്നു. ആളുകൾ അതിനിശ്ചിതമായ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ എടുക്കണ്ട. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ചെക്കോസ്ലോവാക്യയിലെ പാർട്ടിയുടെ തകർച്ചയുടെ കാലത്ത് നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ പാർട്ടി നേതാവായിരുന്ന സിഷസ്ക്യൂവിന്റെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ എന്താണ്, ആളുകൾ എരച്ചു കയറി വന്നിട്ട് ഇദ്ദേഹം മഹാനാണ്, ഇദ്ദേഹമാണ് ലോകത്തിനെ തന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണഭൂതൻ എന്ന് പിണറായി വിജയനെ സ്തുതിച്ചതുപോലുള്ള വലിയ സ്തുതികളുമായിട്ട് വലിയ കൂട്ടം ജനങ്ങൾ വരികയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ കലാപത്തിന് ഇറങ്ങിയിട്ട് ഇയാളുടെ സിസസ്ക്യൂവിനെതിരായിട്ട് ആളുകൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അയാളെ ആക്രമിക്കാൻ ഓടിയെടുക്കുന്ന അവസ്ഥ ലോകത്തുണ്ടായത്. ഒരു ആഴ്ചകൾ തമ്മിലേ ഈ വ്യത്യാസമുള്ളൂ. നിങ്ങൾ നോക്കിയാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ചിത്രമാണ്. കേരളത്തിലെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള CPM വലിയ തോതിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ, രാഷ്ട്രീയമായി അതിന് മുന്നോട്ട് പോകാൻ കഴിയാത്തതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രകടമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നോക്കിയാൽ നമ്മൾ കൂടുതൽ അന്വേഷിച്ചു പോകേണ്ട പ്രശ്നമൊന്നുമില്ല. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, CPM കാര്യങ്ങൾ നിൽക്കട്ടെ. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. CPM-നെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉയർന്നു വന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട സൗധങ്ങൾ പണിയുന്നതിന് അത് അദാനിയുടെ പണം വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നൊരാക്ഷേപം വന്നു. ആ ആക്ഷേപത്തോട് കേരളത്തിൽ CPM ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? പണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ ജനങ്ങൾ ഒന്നിച്ചു പറയും, അതൊക്കെ വെറുതെ പറയാണ്, CPM അങ്ങനെയൊന്നും ചെയ്യുന്ന പാർട്ടിയല്ല എന്ന് പറയും. പക്ഷെ ഇന്ന് അങ്ങനെ പറയില്ല. ഞാൻ അദാനിയോട് കാശ് വാങ്ങിച്ചു എന്ന് പറയല്ല. ഒരുപക്ഷെ കാശൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വാങ്ങിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യമാണ്, ഇത് പറയുമ്പോൾ ജനങ്ങൾ ഇന്ന് കേരളത്തിലെ മനുഷ്യരെങ്ങനെയാ കരുതുന്നത്? കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ ഇവർ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരം എന്താണ് പോയി? നിങ്ങൾ നോക്ക്, എന്റെ ജില്ലയിലാണ് ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഒരു കോറി ഉടമയോട് 2 കോടി രൂപ കൈക്കൂലി ചോദിക്കുന്നത്, അഴിമതി പണം ചോദിക്കുന്നത്. ഇത് കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്, രാജ്യത്തിന്റെ ഒരു ഇതാണ്. നമുക്ക് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ അയാളെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കാണുകയാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ ഉള്ള ആളുകളെ അദ്ദേഹം കാണുകയാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പിണറായി വിജയന്റെ മകൾക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപം, അതുപോലെ തന്നെ പിണറായി വിജയനെതിരായിട്ട് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഭാഗങ്ങൾ, ആ 2 ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു വെക്കുക.
ഇപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു അന്വേഷണ സംവിധാനത്തിന് കേസെടുക്കുന്നതിന് പരിമിതികളുണ്ടാവും. കാരണം ഈ കർത്ത എന്ന് പറയുന്ന മനുഷ്യൻ പിണറായി വിജയന് കുറെ പണം കൊടുത്താൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്ക് പണം കൊടുത്താൽ, അതിനെക്കുറിച്ചൊക്കെ അത് അവർ തമ്മിലുള്ള ഇടപാടാണ്. ഒരു കേസ് അതിനകത്ത് നിൽക്കുന്നതിന് എന്താണ് സാധ്യത എന്നുള്ള പ്രശ്നമുണ്ട്. ഒരുപക്ഷെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിൽക്കുമായിരിക്കാം. അതല്ലാത്ത മറ്റു പ്രശ്നങ്ങൾ, അതായത് സാങ്കേതികമായി ആ ഒരു പ്രശ്നങ്ങളിൽ പിണറായി വിജയനെതിരായിട്ടോ അല്ലെങ്കിൽ വീണയ്ക്കെതിരായിട്ടോ ഒക്കെ നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് ഈ പാർട്ടിക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിയില്ലേ? ആ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമല്ലേ പിണറായി വിജയൻ? ഇത്രയും രൂക്ഷമായ ആരോപണം ഉയർന്നു. ആരോപണമല്ല, ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി എഴുതി വെച്ച കാര്യങ്ങളാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരായിട്ട് ഇത് മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV എന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 182 കോടി രൂപയോ മറ്റോ ആണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തത്. ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തതിൽ കോൺഗ്രസ് ഉണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ഉണ്ട്, നിൽക്കട്ടെ. പക്ഷെ ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പറയാണ് ഈ 182 കോടിയുടെ മേജർ പോർഷൻ വാസ് ഗിവൺ ടു PV. ഇത്തരമൊരു റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് കോടതി എന്ത് നടപടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നടപടി സ്വീകരിക്കുന്നു നിൽക്കട്ടെ. ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളോട് ഇതിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറയാനാവശ്യ ഒരു ബാധ്യതയില്ലേ? അവരത് പരിശോധിച്ചിട്ട് ഈ പറയുന്ന ആക്ഷേപം ശരിയല്ല, പിണറായി വിജയനെതിരായിട്ട് വന്ന കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതല്ല എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ഒന്നുകിൽ വിശദീകരിക്കണം. അല്ലെങ്കിൽ ഇത് വസ്തുതയാണെന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സംശയം ഉണ്ടാവുന്ന കാര്യം തോന്നുന്നില്ല. കാരണം അത്ര കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി വളരെ വിശദമായ ചർച്ച നടത്തി ആവശ്യമായ തീരുമാനമെടുത്ത് ഈ പാർട്ടിയുടെ യശസ്സ് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ക്ഷതം കുറേയധികം ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ സംഭവിക്കുന്നതാണ്, കേന്ദ്ര തലത്തിൽ ഈ പാർട്ടി മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയെന്നല്ലേ നമ്മൾ പറയാ. ഈ മുകളിലെ തലത്തിൽ അതിരൂക്ഷമായിട്ടുള്ള, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അധികാര തർക്കങ്ങളും അഴിമതിയും മറ്റ് വൃത്തികേടുകളും നടമാടുമ്പോൾ സ്വാഭാവികമായി അതാണ് താഴെ തലത്തിലേക്ക് വരുന്നത്. അങ്ങനെ താഴെ തലത്തിലേക്ക് വന്ന് ഈ പാർട്ടി ശരീരം എന്ന് പറയുന്ന ഈ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് സമ്പൂർണമായി ജനവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു സംവിധാനമായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഇത്രയും രൂക്ഷമായ ഒരു പരാജയം ഞങ്ങൾ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് വളരെ എന്താണ് പറയുക, ആവേശപൂർവ്വം അങ്ങ് പറയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ ഉണ്ടല്ലോ, എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെയാണ് എന്തോ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ജനവിഭാഗങ്ങൾക്കിടയിലാണ് CPM-ന് പാർട്ടി ബ്രാഞ്ചുകളോ ഘടകങ്ങളോ ഇല്ലാത്തത്? കർഷക തൊഴിലാളികളുടെ ഇടയിലുണ്ട്, കൃഷിക്കാരുടെ ഇടയിലുണ്ട്, മറ്റ് സാധാരണ തൊഴിലാളികളുടെ ഇടയിലുണ്ട്, വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്, യുവാക്കളുടെ ഇടയിലുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിലുണ്ട്, ഡോക്ടർമാർക്കിടയിലുണ്ട്, വക്കീൽമാർക്കിടയിലുണ്ട്, ആദിവാസികൾക്കിടയിൽ പ്രത്യേക സംഘടനയുണ്ട്, അതുപോലെ തന്നെ മറ്റാളുകൾക്കിടയിൽ ഇത്രയൊക്കെ സംഘടനാ സംവിധാനമുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിലൊക്കെ അകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും പാർട്ടി ഫ്രാക്ഷൻ ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഒരു സംഘടനയാണ്. 7 ലക്ഷം സർക്കുലേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ദേശാഭിമാനിയുണ്ട് പാർട്ടിക്ക്, കൈരളി ചാനലുണ്ട്. അങ്ങനെ തുടങ്ങിയാൽ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ ഏത് മനുഷ്യരെയും കൃത്യമായി സ്ക്രീൻ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി ഇത്രയും രൂക്ഷമായ ഈ പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ജനങ്ങളും പാർട്ടിയും തമ്മിൽ വന്നിട്ടുള്ള ഒരു അകൽച്ച അത്ര വലിയ തോതിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് പാർട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴും പാർട്ടി അത് തിരിച്ചറിഞ്ഞ രൂപത്തിലല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ CPM-യുമായിട്ടൊരു വക്കാണത്തിന് അവർ പോകാൻ പാടില്ലായിരുന്നു. വലിയ തോതിൽ ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ട സമയത്ത് CPM-യുമായി ഒരു ഉടക്കിലേക്ക് പോകാതെ കാര്യങ്ങൾ പരിഹരിക്കുന്ന എങ്ങനെയാണെന്ന് അവർ ആലോചിക്കേണ്ടതാണ്. അത് പോലും ആലോചിക്കാൻ കഴിയാത്ത നിലയിൽ, അതായത് ഒരു ചരിത്ര കാലഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാത്ത, ബൗദ്ധികമായ ഒരു ശേഷിയുമില്ലാത്ത ഒരു നേതൃത്വമായി CPM മാറിയതിന്റെ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരെങ്കിലും ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല. അത് സ്വാഭാവികമായും അതിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. മാർക്സിസം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആന്തരിക വൈരുദ്ധ്യമാണ് ഒന്നിന്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുക എന്നാണ്. തീർച്ചയായും CPM-നകത്ത് രൂപപ്പെട്ട ഈ ചർച്ചയിൽ ഞങ്ങളാരെങ്കിലും പറഞ്ഞുകൊണ്ട് CPM-നൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ CPM-നകത്ത് രൂപപ്പെട്ടിട്ടുള്ള അതിഗുരുതരമായ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ആ സംഘടനാ സംവിധാനത്തെ, ആ പാർട്ടിയെ തകർക്കുമെന്ന കാര്യത്തിൽ ഇന്നത്തെ നിലയിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. ആ നിലയിലേക്കാണ് ഒരുപക്ഷെ ബംഗാളിന്റെ പാതയിൽ, മറ്റ് സംസ്ഥാനങ്ങളുടെ പാതയിലാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.